അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഇറ്റ് ഇസ് ദി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ നൗ ലെറ്റ് us see in detail. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ദ ഫസ്റ്റ് ലോ ഇസ് ജസ്റ്റ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മളൊരു എമൗണ്ട് ഓഫ് എനർജി ഡെൽറ്റ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡി യു എന്നുള്ളത് എൻ്റെ ഇൻറ്റേർണൽ എനർജി കൂട്ടാനും ഡി ഡബ്ല്യു എന്നുള്ളത് എൻ്റെ വർക്ക് ആ സിസ്റ്റത്തിനെ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും എന്നാണ് നമ്മൾ ഫസ്റ്റ് ലോ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ലോ ഇറ്റ് ഡസ് നോട്ട് ടെൽസ് യു വൈ ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി. തിരിച്ച് എന്തുകൊണ്ടാണ് ഒരു കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്ക് ഒഴുകാത്തതെന്ന് നമ്മുടെ ഫസ്റ്റ് ലോ പറയുന്നില്ല. അതുപോലെ തന്നെ whenever heat is converted to work, some heat is rejected. 100% ഹീറ്റ് എനർജി അത് വർക്കാക്കി ഒരു എഞ്ചിനും കൺവേർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതും നമ്മുടെ ഫസ്റ്റ് ലോ എന്തുകൊണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ലോയിലേക്ക് നമ്മുടെ സയൻറ്റിസ്റ്റിനെ നയിച്ചത്. ഓക്കെ, ഇത് പലരും ഈ സെക്കൻഡ് ലോ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അവരവരുടെ ഭാഷയിൽ. ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ് ബട്ട് ദി മീനിങ് ഈസ് ദ സെയിം. പലരും പല തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥം, അതായത് അതിൻ്റെ പൊരുൾ ശരിക്കും പറഞ്ഞാൽ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണണം. ആൻഡ് വി വിൽ സീ ദാറ്റ് ദ മീനിങ് ഈസ് ദ സെയിം. ഈവൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്, ദ മീനിങ് ഈസ് ദ സെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ, അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ, whenever heat is converted to work, some heat is rejected to the surroundings which is at a lower temperature. നമ്മളിപ്പോൾ ഒരു എൻജിൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലെറ്റ് us say it absorbs an amount of energy Q. ഈ ക്യൂ എന്നുള്ള എനർജി പരിപൂർണമായിട്ട് വർക്കിനായിട്ട് ഉപയോഗിക്കില്ല. കുറച്ച് ഹീറ്റ് എനർജി അത് റിജക്റ്റ് ചെയ്യും. എങ്ങോട്ട് റിജക്റ്റ് ചെയ്യും? റിജക്റ്റ് ടു ദ സറൗണ്ടിങ്സ് വിച്ച് ഷുഡ് ബി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. ഏത് സ്രോതസ്സിൽ നിന്നാണോ ഹീറ്റ് എനർജി വലിച്ചെടുത്തത് ആ സ്രോതസ്സിനേക്കാളും ടെമ്പറേച്ചർ കുറഞ്ഞ സറൗണ്ടിങ്സിലേക്ക് കുറച്ച് ഹീറ്റ് എനർജി ഏതൊരു ഹീറ്റ് എഞ്ചിനും ഏതൊരു സിസ്റ്റവും അല്ലെങ്കിൽ ഏതൊരു മെക്കാനിക്സ് അല്ലെങ്കിൽ മെഷീനും റിജക്റ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഒബ്സർവേഷൻ. So we cannot have a heat engine that accepts a heat from a source and converts all of it into work. 100% വർക്കാക്കി കൺവേർട്ട് ചെയ്യില്ല, കുറച്ച് അതെന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. സം ഹീറ്റ് ഇസ് റിജക്റ്റഡ് ടു എ ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ ദിസ് ലെറ്റ് ലോർഡ് കെൽവിൻ എന്നുള്ള സയൻറ്റിസ്റ്റിനെ മാക്സ് പ്ലാങ്ക്, വി നോ ദ മാക്സ് പ്ലാങ്ക്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ആൾ മാക്സ് പ്ലാങ്ക്, ഫോർമുലേറ്റ് ദെയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് ലോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ലോർഡ് കെൽവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മാക്സ് പ്ലാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ആദ്യം കാണാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us look at the Kelvin statement first. അപ്പോൾ കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇതാണ്: ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗെറ്റ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് ഫ്രം എ ബോഡി ബൈ കൂളിംഗ് ഇറ്റ് ടു എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഓക്കെ, നമ്മളൊരു ബോഡി എടുത്തിട്ട് ചുറ്റുപാടിനുള്ളതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോഡിയിൽ നിന്ന് നമുക്ക് എനർജി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഈ പറഞ്ഞ ഏത് വസ്തുവാണ് എടുക്കുന്നത്, ഒരു ബോഡി ഇരിക്കുന്നത്, ആ ബോഡിക്ക് അതിരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്യാൻ കഴിയണം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയണത്? വി ആർ കൂളിംഗ് എ ബോഡി ടു എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അതായത് അതിന് ഹീറ്റ് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് കിട്ടില്ല? ആ ഒരു ബോഡിയിൽ നിന്നും, ആ ബോഡിയിൽ നിന്ന് ഗ്യാസ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം, we cannot get a continuous supply of work because this body should be able to reject some heat energy to a lower temperature. അതില്ലാത്ത കാരണം നമുക്ക് എന്ത് കഴിയില്ല? you cannot get a continuous supply of work. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ പഠിക്കുക. ഓക്കെ, കാരണം ഈ കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമുലേഷനാണിത്. വി ഹാവ് ടു ലേൺ ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഇനി മാക്സ് പ്ലാങ്ക് പറഞ്ഞ ഇതേ കാര്യം തന്നെ മാക്സ് പ്ലാങ്ക് പറയും. എന്താ നോക്കി? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ആൻ എൻജിൻ വിച്ച് വർക്കിംഗ് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ. എന്താ സൈക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ കാണും. വിൽ പ്രൊഡ്യൂസ് നോ എഫക്റ്റ് അതർ ദാൻ ദ റേസിംഗ് ഓഫ് എ വെയ്റ്റ് ആൻഡ് ദ കൂളിംഗ് ഓഫ് എ ഹീറ്റ് റിസർവോയർ. മാക്സ് പ്ലാങ്ക് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, നമ്മളൊരു എൻജിൻ ഉണ്ടാക്കി ഈ എൻജിനെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നു. അതിലാണ് നമ്മൾ എന്ത് പറയുന്നത്? റേസിംഗ് എ വെയ്റ്റ്. റേസിംഗ് ഓഫ് എ വെയ്റ്റ് ഈസ് ജസ്റ്റ് ഡൂയിങ് വർക്ക്. ആൻഡ് കൂളിംഗ് ഓഫ് എ ഹീറ്റ് റിസർവോയർ, അതായത് കുറച്ച് ചൂട് ഒരു ഹീറ്റ് റിസർവോയറിൽ നിന്ന് കുറച്ച് ഹീറ്റ് എനർജി എടുത്തിട്ട് വർക്ക് മാത്രം ചെയ്യുന്ന ഒരു മെഷീനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഈ മെഷീൻ അല്ലെങ്കിൽ ഈ എൻജിൻ എന്ത് ചെയ്യും? കുറച്ച് ഹീറ്റ് എനർജി റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്യാത്ത ഒരു ഹീറ്റ് എൻജിൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് മാക്സ് പ്ലാങ്ക് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ആൻ എൻജിൻ വിച്ച് വർക്കിംഗ് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ വിൽ പ്രൊഡ്യൂസ് നോ എഫക്റ്റ് അതർ ദാൻ ദ റേസിംഗ് ഓഫ് എ വെയ്റ്റ്. ഇറ്റ് ഈസ് ഡൂയിങ് സം വർക്ക്. എങ്ങനെ? ആൻഡ് ദ കൂളിംഗ് ഓഫ് എ ഹീറ്റ് റിസർവോയർ. നമ്മൾ കുറച്ച് ഊർജ്ജം ഒരു ഹീറ്റ് റിസർവോയറിൽ നിന്ന് എടുത്തിട്ട് അതിനെ പരിപൂർണ്ണമായിട്ട് വർക്കാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഹീറ്റ് എൻജിൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ മാക്സ് പ്ലാങ്ക് പറയുന്നത്. ഈ രണ്ടുപേരും സ്റ്റേറ്റ്മെൻറ്റ് ചേർന്നിട്ടാണ് നമ്മൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്
ഫോർമുലേറ്റ് ചെയ്യുക. നൗ വാട്ട് ഈസ് Kelvin-Planck സ്റ്റേറ്റ്മെൻറ്റ്? ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക നോക്കി. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ആൻ എൻജിൻ വിച്ച് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ ഹാസ് എ സോൾ എഫക്റ്റ് ഓഫ് എക്സ്ട്രാക്ടിങ് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് പെർഫോം എൻ ഇക്വലന്റ് എമൗണ്ട് ഓഫ് വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ മാക്സ് പ്ലാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കെൽവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചേർന്നാണ് ഇത് പറയുന്നത്. ഇതെന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ആൻ എൻജിൻ. എന്ത് ചെയ്യുന്നു? ഈ എൻജിൻ എന്ത് ചെയ്യുന്നു? വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ. അതൊരു സൈക്ലിക് പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്നു. അതാണ് ഈ ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്ലിക് പ്രോസസ് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ പ്രോസസ് വെയർ ദ സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. ഓക്കെ, എവിടെ നിന്നാണോ തുടങ്ങി അതേ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്ന ഒരു പ്രോസസ്സാണ് സൈക്ലിക് പ്രോസസ്സ്. അപ്പോൾ അത്തരത്തിലൊരു സൈക്ലിക് പ്രോസസ്സ് കൊണ്ടുവരും നമ്മൾ മെഷീൻ ഉണ്ടാക്കിയിട്ട് ആ മെഷീനെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ കഴിയില്ല? ഇറ്റ് ഹാസ് ദ സോൾ എഫക്റ്റ് ഓഫ് എക്സ്ട്രാക്ടിങ് ഹീറ്റ് ഫ്രം റിസർവയർ. റിസർവറിൽ നിന്ന് കുറച്ച് ഹീറ്റ് എനർജി അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് എക്സ്ട്രാക്ടിങ് ഹീറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ കുറച്ച് ഹീറ്റ് എടുക്കുന്നു. അത് എടുക്കുന്നു വെച്ചാൽ നമ്മൾ കൊടുക്കുന്നു. എക്സ്ട്രാക്ടിങ് ഹീറ്റ് ഫ്രം റിസർവയർ ആൻഡ് പെർഫോം ആൻഡ് ഈക്വലന്റ് എമൗണ്ട് ഓഫ് വർക്ക്. ഈക്വൽ എന്നുള്ള വാക്കോട് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഹീറ്റാണോ എടുത്തത് അതിന് തത്തുല്യമായ വർക്ക് നമുക്ക് കിട്ടില്ല. കാരണം കുറച്ച് ഹീറ്റ് എനർജി റിജക്റ്റ് ആയി പോകും എന്നുള്ളതാണ് Kelvin-Planck സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി സെക്കൻഡ് ലോ. ഓക്കെ, അപ്പോൾ ഇതൊരു ഒബ്സർവേഷണൽ ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് സംശയം ഇത് പ്രൂവ് ചെയ്യാൻ കഴിയുമോ? പ്രൂവ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തെർമോഡൈനാമിക്സ് എന്നുള്ള ഇറ്റ് ഇസ് ആൻ എംപിരിക്കൽ സയൻസ്. എംപിരിക്കൽ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. തിയറട്ടിക്കൽ ബേസിസ് പലതിനുമില്ല. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നിയമമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ സെക്കൻഡ് ലോ ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ പറയുന്നത് എന്താ? Kelvin-Planck സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ? യു കനോട്ട് ക്രിയേറ്റ് ആൻ എൻജിൻ ദാറ്റ് ഡസ് നോട്ട് റിജക്ട് ഹീറ്റ് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഓക്കെ, ഇത് എന്തെങ്കിലും കുറച്ച് വർക്ക് DW എന്ന് ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഹീറ്റ് അത് അബ്സോർബ് ചെയ്ത കുറച്ച് ഹീറ്റ് എന്ത് ചെയ്യും? സറൗണ്ടിങ്സിലേക്ക് റിജക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ Kelvin-Planck സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തതാണ് വേറെ ക്ലോഷ്യസ് എന്നുള്ള ഒരാൾ ഫോർമുലേറ്റ് ചെയ്ത അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഫങ്ഷനിങ് ഓഫ് എ റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ ഹീറ്റ് എൻജിൻ വർക്കിംഗ് ഇൻ റിവേഴ്സ്. ഓക്കെ, അതായത് ഹീറ്റ് എൻജിൻ ചെയ്യുന്നത് ചൂട് കൂടിയ ഒരു റിസർവോയറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് കുറച്ച് വർക്ക് ചെയ്ത് കുറച്ച് ഹീറ്റ് തണുത്ത് അതായത് ലോവർ ടെമ്പറേച്ചറുള്ള സറൗണ്ടിങ്സിലേക്ക് റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ഹീറ്റ് എൻജിൻ ഇന്ന് നമ്മൾ കാണാൻ പോകും, ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാം. ഇനി റെഫ്രിജറേറ്ററിൻ്റെ നേരെ തലതിരിഞ്ഞ പരിപാടി കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം എ കോൾഡർ ബോഡി ഫ്രം എ ബോഡി ദാറ്റ് ഇസ് കൂളർ ആൻഡ് ഇറ്റ് റിജക്ട്സ് ഹീറ്റ് ടു എ ഹോട്ടർ സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പോൾ സംശയം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ നേരെ എതിരല്ല നമ്മൾ കാണും അത്. ഓക്കെ, ഇത് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ ഈസ് ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി. അതല്ല, നമുക്ക് ഒരു തണുത്ത വസ്തുവിൽ നിന്നും ഒരു ചൂടുള്ള വസ്തുവിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഡു വർക്ക്. ഓക്കെ, വി ഷുഡ് പ്രൊവൈഡ് ദ എനർജി ടു ഡു സോ. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രിഡ്ജ് എങ്ങനെയാണ് തണുപ്പിക്കണത്? ഒരു വസ്തുവിനെ തണുപ്പിച്ചിട്ട് ആ ചൂട് മുഴുവൻ പുറന്തള്ളുന്നത് എങ്ങനെയാണ്? വി ആർ പ്രൊവൈഡിങ് ഇലക്ട്രിക്കൽ എനർജി ടു കംപ്രസർ അല്ലേ? ഈ കംപ്രസറിലേക്ക് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോഴാണ് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. വെറുതെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അത് തണുക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ തലതിരിഞ്ഞൊരവസ്ഥ വേണമെങ്കിൽ, അതായത് തണുത്ത ഒരു വസ്തുവിൽ നിന്നും ചൂടുള്ളൊരു വസ്തുവിലേക്ക് ഹീറ്റ് എനർജി ഒഴുകണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഈ ഒരു ഒബ്സർവേഷനാണ് ക്ലോഷ്യസ് എന്നുള്ള ആളെ കൊണ്ട് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയിച്ചത്. Now what is the statement? It tells you that it is impossible for a self-acting machine working in a cyclic process unaided by an external agency to transfer heat from a body at a lower temperature to a body at a higher temperature. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ഫോർമലായിട്ട് പറയുന്നു. ഇപ്പോൾ എന്താ മീനിങ് എന്താ നോക്കിയേ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിങ് മെഷീൻ. സെൽഫ് ആക്ടിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ വർക്കിംഗ് ഇൻ എ സൈക്ലിക് പ്രോസസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്ലിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഏതവസ്ഥയിലാണോ തുടങ്ങിയത് അതേ അവസ്ഥയിൽ തന്നെ തിരിച്ചെത്തും. ഓക്കെ, അൺഎയ്ഡഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി, അതായത് നമ്മൾ പുറമേ നിന്ന് എനർജി ഒന്നും കൊടുക്കുന്നില്ല. അതാണ് അൺഎയ്ഡഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി. ഇത്തരത്തിലൊരു മെഷീൻ, അതായത് തന്നെത്താനെ വർക്ക് ചെയ്യും, പുറമേ നിന്നുള്ള യാതൊരു എനർജി അക്സെപ്റ്റ് ചെയ്യാത്തൊരു മെഷീൻ എന്ത് ചെയ്യാൻ കഴിയില്ല? ഇറ്റ് കനോട്ട് ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ. കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ഹീറ്റ് എനർജി വലിച്ചെടുത്ത് കൂടുതൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു വസ്തുവിലേക്ക് കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇൻ അതർ വേർഡ്സ്, ഹീറ്റ് കനോട്ട് ഫ്ലോ ബൈ ഇറ്റ് സെൽഫ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി. സ്വതവേയുള്ള ഒഴുക്ക് എങ്ങനെയായിട്ട് ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി അല്ലേ? നമ്മളൊരു രണ്ട് വസ്തുക്കളെ കോൺടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മെറ്റൽസ് കോൺടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി വിൽ ഫ്ലോ ഫ്രം ദി വാമർ മെറ്റൽ ടു ദ കോൾഡർ മെറ്റൽ.
അല്ല, നമ്മൾ സാധാരണ എന്താ, ഇഫ് യു ഹോൾഡ് യുനോ ലെറ്റ് എ മെറ്റൽ ഗ്ലാസ് ഓർ എ മെറ്റൽ നോബ്, ഡോർ നോബ്, തണുപ്പ് കാലത്ത് നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് കൈക്ക് എന്തുകൊണ്ടാണ് തണുപ്പ് തോന്നുന്നത്? കാരണം നമ്മുടെ കയ്യിൽ നിന്നുള്ള ഊർജ്ജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആ മെറ്റൽ വലിച്ചെടുക്കുന്നു. ഓക്കെ, സോ യു ആർ ലൂസിങ് ഹീറ്റ്, സോ ദാറ്റ് ഇസ് വൈ യു ഫീൽ കോൾഡ്. ഓക്കെ, ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ ശരിക്കും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ആക്ച്വൽ ഫോർമുലേഷൻ നമ്മൾ ഈ കാണുന്നതാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിങ് മെഷീൻ എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൻ്റെ ആക്ച്വൽ ഫോർമുലേഷൻ. ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും പറയുന്ന അർത്ഥം മാത്രമേ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ നമ്മൾ പറയുന്നത് ഇറ്റ് ഗീവ്സ് യു ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. ഹീറ്റ് ഫ്ലോ എപ്പോഴും എങ്ങനെ ഉണ്ടാവുള്ളൂ? ഇറ്റ് ഫ്ലോസ് ഫ്രം എ ഹോട്ടർ ബോഡി ടു എ കോൾഡർ ബോഡി. ഓക്കെ, ഇനി സെക്കൻഡ് ലോൻ്റെ പുറകെ പല കൺസെപ്റ്റുകളും വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ലോ മാത്രം നൽകാൻ അറിഞ്ഞിരുന്നാൽ മതി. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പറയുന്നത് എന്താണ്? ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, ഒരെണ്ണം നിങ്ങളൊരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വർക്ക് അത് ചെയ്യും, പക്ഷേ കുറച്ച് ഹീറ്റ് എനർജി അത് റിജക്റ്റ് ചെയ്യും, അതായത് വേസ്റ്റ് ആക്കും, കളയും. പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം എന്താ? ഹീറ്റിൻ്റെ നാച്ചുറൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഈസ് ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി. ഓക്കെ, നൗ ലെറ്റ് us get back to class.